സാൾട്ടർ ഞാഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 ഓപ്ഷൻ എൻട്രി 5/8/2024 വരെയാണ്. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷൻ എൻട്രി നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സംശയങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ആ സംശയങ്ങൾ നിവാരണം ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ടോക്കൺ ഫീസിൻ്റെ കാര്യം. ടോക്കൺ ഫീസ് പലയിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ എന്താണ് ഈ ടോക്കൺ ഫീസ്, എന്തിനാണ് ടോക്കൺ ഫീസ്, എത്രയാണ് ടോക്കൺ ഫീസ്, ഇതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ പലരും ഈ പ്രൈവറ്റ് മെസ്സേജായിട്ട് അയക്കുന്നുണ്ട്. പ്രൈവറ്റ് മെസ്സേജ് ഞാൻ നേരത്തെ പല വീഡിയോകളും പറഞ്ഞിരുന്നു, നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലീൻ ചെയ്യുകയുള്ളൂ. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു പ്രൈവറ്റ് മെസ്സേജ് ഇടുക. എല്ലാവരെയും അതിൽ ജോയിൻ ചെയ്യിക്കുന്നില്ല. ഞങ്ങളുടെ ഈ 10ാം ക്ലാസ് കൂട്ടായ്മയുടെ ഒരു ചാരിറ്റി പ്രവർത്തനമായിട്ട് സഹകരിക്കാൻ തയ്യാറുള്ളവരെ മാത്രമേ ഇപ്പോൾ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. സഹകരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു വേണ്ട. 3 പുസ്തകങ്ങളുണ്ട്. ആ 3 പുസ്തകങ്ങൾ വാങ്ങിയിട്ട് സഹകരിച്ചാൽ മാത്രം മതി. അപ്പോൾ എന്താണ് ടോക്കൺ ഫീസ്, എന്തിനാണ് ടോക്കൺ ഫീസ്, എത്രയാണ് ടോക്കൺ ഫീസ്? ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കാൻഡിഡേറ്റിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അടയ്ക്കേണ്ട ഫീസാണ് ടോക്കൺ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരു കാൻഡിഡേറ്റ് ഒരിക്കലും ടോക്കൺ ഫീസ് അടക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ അടക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല, അത് കഴിയില്ല. അലോട്ട്മെൻറ്റ് കിട്ടാത്തവന് അത് അടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ഇനി ചോദിക്കരുത്. അലോട്ട്മെൻറ്റ് കിട്ടിയവർ അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഹയർ ഓപ്ഷൻസ് ഉണ്ട്, അതിലേക്ക് കടക്കണമെങ്കിൽ ടോക്കൺ ഫീസ് അടക്കൽ നിർബന്ധമാണ്. ഇനി ഹയർ ഓപ്ഷൻ ഇല്ല, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കിട്ടി, അങ്ങനെയുള്ളവരും ടോക്കൺ ഫീസ് അടക്കൽ നിർബന്ധമാണ്. ഇനി ഇതിൽ തുടരണം എന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ടെങ്കിലും, അതായത് അടുത്ത അലോട്ട്മെൻറ്റിലൊക്കെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അവരും ടോക്കൺ ഫീസ് അടക്കൽ നിർബന്ധമാണ്. പ്രൊവൈഡഡ് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം. ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ടോക്കൺ ഫീസ് അടക്കാൻ സാധിക്കുകയുള്ളൂ. അടയ്ക്കേണ്ടവർ ഇവരൊക്കെയാണ്. അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണം എന്നുള്ളവർ. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞു തരാം. അതിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ എല്ലാ വീഡിയോയും ഞാൻ ഓരോ അലോട്ട്മെൻറ്റിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന വീഡിയോ തന്നെ തരാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയവരുടെ കേസ് മാത്രമാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയവർ ടോക്കൺ ഫീസ് അടക്കൽ നിർബന്ധമാണ്. അടച്ചില്ല എങ്കിൽ നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിലേക്കും പരിഗണിക്കില്ല. കീമിൻ്റെ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് മുഴുവൻ പുറത്താകും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. പിന്നീട് അവർക്ക് വേണമെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് അങ്ങനെയുള്ള ഇതിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ. അപ്പോൾ ടോക്കൺ ഫീസ് അടക്കുന്നത് ഒന്ന് നമുക്ക് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് കടക്കാൻ വേണ്ടിയാണ്. രണ്ടാമത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് നമ്മൾ ടോക്കൺ ഫീസ് അടക്കുന്നതെന്ന് പലരും ചോദിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. നമ്മൾ ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ, ഒരു കോളേജിൽ കിട്ടിയിട്ട് നമ്മൾ ടോക്കൺ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ കിട്ടിയ സീറ്റ് നമ്മൾ ഉറപ്പിക്കുകയാണ്. കിട്ടിയ സീറ്റ് ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഇനി പിടിച്ചു നിൽക്കുള്ളൂ എന്നല്ല, അത് എനിക്ക് എന്തായാലും കിട്ടും എന്നുള്ളതിനുള്ള ഒരു ഷുവറിറ്റി നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ സിഇയിൽ നിന്ന് വാങ്ങുകയാണ് ഈ ടോക്കൺ ഫീസ് അടക്കുന്നതിലൂടെ. ടോക്കൺ ഫീസ് അടക്കുന്നതിലൂടെ നമ്മൾ ഇങ്ങോട്ടൊരു ഷുവറിറ്റിയാണ് വാങ്ങുന്നത്. ആ സീറ്റ് എനിക്ക് അവിടെ ഫിക്സഡ് ആയി എന്ന് വെച്ചാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പോൾ വേറെ കോളേജ് കിട്ടിയില്ല എന്ന് വരും. വേറെ കോളേജ് കിട്ടിയില്ല എങ്കിലും നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഈ കോളേജ് ഇവിടെ ഉണ്ട്, അതിൽ പോയി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയില്ല. ആ കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടോക്കൺ ഫീസ് അടക്കുന്നതോട് കൂടി കിട്ടിയ കോളേജ് നിങ്ങൾക്ക് ഷുവറായി മാറുകയാണ്. ഷുവറായി മാറും എന്ന് പറഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ പുതിയൊന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ, പുതിയൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കിട്ടിയത് മാറിപ്പോവുകയും ചെയ്യും എന്നും കൂടി മനസ്സിലാക്കുക. ഇതാണ് ടോക്കൺ ഫീസിൻ്റെ ആവശ്യവും അതേപോലെ എന്തിനാണ് ഇത്, എന്താണ് എന്തിനാണെന്നുള്ളതിൻ്റെ മറുപടി. ഇനി എത്രയാണ് ഇത് അടക്കേണ്ടതെന്നുള്ളതാണ്. ആൾറെഡി
OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അതേപോലെ ഈ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും 2000 രൂപ അവർ ഇതിന് ഓപ്ഷൻ എൻട്രി ഫീസായിട്ട് അടച്ചു. SC ST OIC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 500 രൂപയും ഇത് ഓപ്ഷൻ എൻട്രിക്ക് വേണ്ടി അടച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ SC ST OIC കാൻഡിഡേറ്റ്സിന് അടയ്ക്കേണ്ട ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് ആകെ 1000 രൂപയാണ്. 1000 രൂപ. അപ്പോൾ 1000 രൂപ അടക്കണമെങ്കിൽ ബാക്കി, അതായത് ഓപ്ഷൻ എൻട്രി കിട്ടിയിട്ട് ഇത് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൾറെഡി അവർ 500 അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ബാക്കി 500 മാത്രമേ അവർക്ക് ടോക്കൺ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരുള്ളൂ. പ്രൊവൈഡഡ് അവർക്ക് കിട്ടുന്നത് സ്റ്റേറ്റ് മെറിറ്റിലായിരിക്കണം. പലരും പല SC ST OIC കാൻഡിഡേറ്റ്സ് ഒക്കെ ചിലപ്പോൾ മാനേജ്മെന്റ് സീറ്റിലേക്ക്, ഫുൾ മെറിറ്റ് സീറ്റിലേക്ക് ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അവർക്ക് ഇത് ബാധകമല്ല എന്ന് കൂടി മനസ്സിലാക്കുക. അവർ ടോക്കൺ ഫീസായിട്ട് അവർ അലോട്ട്മെന്റ് മെമ്മോയിൽ എത്ര പറയുന്നുണ്ടോ അത് അടയ്ക്കേണ്ടി വരും. അലോട്ട്മെന്റ് മെമ്മോയിൽ എത്രയാണ് അടക്കേണ്ടത് എന്നുള്ളതൊക്കെ അതിൽ കറക്റ്റായിട്ട് കാണിക്കും. അത് ഞാൻ മറ്റൊരു സ്പെസിഫിക് വീഡിയോ കാണിച്ചു തരാം, എന്താണ് അലോട്ട്മെന്റ് മെമ്മോയുടെ രൂപം എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കൂടുതൽ മനസ്സിലാവും. ഇനി ബാക്കിയുള്ളവർ അടക്കേണ്ടത് ഗവൺമെന്റ് കോളേജിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളാവാം, എയ്ഡഡ് കോളേജുകളാവാം, അതേപോലെ ഗവൺമെന്റ് ഫാർമസി കോളേജുകളാവാം, അതുപോലെ ഗവൺമെന്റ് അഗ്രികൾച്ചർ കോളേജുകളാവാം. അപ്പോൾ ഗവൺമെന്റ് കോളേജുകളോ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലോ ആണ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ട്യൂഷൻ ഫീ എത്രയാണ്, ട്യൂഷൻ ഫീ അല്ലാതെ ഫുൾ ഫീ അല്ല, പ്രത്യേകം മനസ്സിലാക്കുക. ട്യൂഷൻ ഫീ എത്രയാണോ അത് മാത്രമേ നിങ്ങൾ ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇപ്പം നിലവിൽ 9750 എന്നായിരിക്കും ഗവൺമെന്റ് കോളേജിലെ എഞ്ചിനീയറിംഗ് കോഴ്സസിന് നിങ്ങൾക്ക് ഫീസ് കാണിക്കുന്നത്, ട്യൂഷൻ ഫീസായിട്ട് കാണിക്കുന്നത്. അതിൽ 9750 ആണെങ്കിൽ അതിൽ 2000 രൂപ ഓൾറെഡി അടച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി 7750 രൂപ മാത്രമേ ഇനി ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടി വരുള്ളൂ. ഓക്കെ. ഇനി അതല്ലാത്ത കേസിൽ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജോ അല്ലെങ്കിൽ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിലോ കിട്ടുന്നവരാണെങ്കിൽ അവരടക്കേണ്ട സംഖ്യ എന്ന് പറയുന്നത് 8000 രൂപയാണ്. 8000 രൂപ. ഈ 8000 രൂപ എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ 2000 രൂപ കൂട്ടിയിട്ട് 10000 രൂപയായിരുന്നു ശരിക്ക് അടക്കേണ്ടിയിരുന്നത്. പക്ഷെ 2000 രൂപ ഓൾറെഡി അടച്ചതുകൊണ്ട് ബാക്കി വരുന്ന 8000 രൂപ അടച്ചാൽ മതി. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ എഞ്ചിനീയറിംഗിന് കിട്ടുന്നവരാണെങ്കിലും ഫാർമസിക്ക് കിട്ടുന്നവരാണെങ്കിലും ഒക്കെ ആ 8000 രൂപയാണ് അടക്കേണ്ടി വരിക. ഫാർമസിക്ക് ഗവൺമെന്റ് കോളേജിൽ കിട്ടിയാൽ ഗവൺമെന്റ് കോളേജിലെ ഫീസ് എത്രയാണോ അതാണ് അടക്കേണ്ടി വരുന്നത്. അതാണ് അവർ ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടി വരിക. ഇത് ആദ്യം അടച്ച 2000 കഴിച്ച് ബാക്കി അടക്കേണ്ടി വരുന്നുള്ളൂ. അത് നിങ്ങൾ അങ്ങോട്ട് കണക്ക് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അലോട്ട്മെന്റ് മെമ്മോയിൽ അത് ഉണ്ടാവും. അതേപോലെ നിങ്ങൾ ഓൺലൈൻ അടക്കുമ്പോൾ അവിടെ വരുന്ന സ്ക്രീനിൽ വരും എത്രയാണ് അടക്കേണ്ടതെന്നുള്ളത്. ആ അടക്കേണ്ടി വരുന്നത് ഇത്രയായിരിക്കും എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ടോക്കൺ ഫീ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഏത് കോഴ്സാണെങ്കിലും പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജോ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജോ ആണെങ്കിൽ അവിടെ ആകെ അടക്കേണ്ടത് 8000 രൂപയാണ്. അല്ലാത്ത കോളേജുകളാണെങ്കിൽ ഗവൺമെന്റ് കോളേജുകളാണെങ്കിൽ അവിടുത്തെ ഫുൾ ഫീസാണ് അടക്കേണ്ടി വരിക. കോളേജുകളിൽ ഫീസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ നിങ്ങൾ പെർ ആനുവൽ ഫീസ് എന്ന് പറയുന്നത് 45,000 ഉണ്ട്, 75,000 ഉണ്ട്. ഫാർമസി ആണെങ്കിൽ 1,00,000 രൂപയുടെ മേലെ ഉണ്ട്. പക്ഷെ അതൊന്നും ആ ടോക്കൺ ഫീസിന്റെ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് അത്രയൊന്നും നിങ്ങൾ അടക്കേണ്ടി വരുന്നില്ല. മാക്സിമം അടക്കേണ്ടി വരിക ഈ പറഞ്ഞ ഇത് കഴിഞ്ഞിട്ട് 8000 രൂപ കൂടി അടക്കേണ്ടി വരും. ബാക്കിയൊന്നും നിങ്ങൾ അടക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയുള്ള അലോട്ട്മെന്റിലൊക്കെ, കഴിഞ്ഞ വർഷം വരെയുള്ള അലോട്ട്മെന്റിലൊക്കെ ടോക്കൺ ഫീസ് മാക്സിമം വന്നിരിക്കുന്നത് 10000 രൂപയാണ്. ഇപ്പോഴും ടോക്കൺ ഫീ എന്ന് പറഞ്ഞ് ഈ നോട്ടിഫിക്കേഷൻ കാണിച്ചിരിക്കുന്നത് ഗവൺമെന്റ് കോളേജുകളിലെ ഫീസ്, ഗവൺമെന്റ് കോളേജ് കിട്ടുകയാണെങ്കിൽ ഗവൺമെന്റ് കോളേജുകളിലെ ട്യൂഷൻ ഫീസ്, അതല്ല മറ്റു കോളേജുകളിലാണ് കിട്ടുന്നതെങ്കിൽ 8000 രൂപ എന്നാണ് ഇപ്പോഴും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ടോക്കൺ ഫീസ് എത്രയാണെന്നുള്ളതിനും എന്തിനാണെന്നുള്ളതിനും, അതുപോലെ എന്താണ് എന്തിനാണത് അടക്കുന്നത് എന്നുള്ളതിനുള്ള മറുപടി. ഇത് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ചാനൽ കാണുന്ന മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പ്രോത്സാഹനം കൂടി ആവും എന്നുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.